അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഫറോവമാർ ഈജിപ്തിന്റെ ഭരണ ചെങ്കോലേന്തി. ഇസ്രായേൽ സന്തതികളോട് അവർക്ക് എന്തെന്നില്ലാത്ത വെറുപ്പായിരുന്നു. വളരെ നിർദ്ദയനായ ഒരു ഫറോവ ഈജിപ്തിൽ സിംഹാസനസ്ഥനായി. ഇസ്രായേൽ സന്തതികൾ പ്രവാചക സന്തതികളാണെന്ന് പോലും അയാൾ ഗൗനിച്ചിരുന്നില്ല. അവരെ മനുഷ്യരായിട്ട് പോലും അയാൾ ഗണിച്ചില്ല. അയാൾ ഈജിപ്തിൽ ദുരാഷ്ട്രവാദം കൊണ്ടുവരികയും ജനങ്ങളെ അയാൾ രണ്ട് വിഭാഗമായി വേർതിരിക്കുകയും ചെയ്തു. ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ സ്വന്തം ജനതയായ കിബുത്തികൾ. അവർ നീല രക്തവുമായി ജനിക്കുന്നവരാണെന്നും പ്രത്യേക അവകാശങ്ങൾക്ക് ഭാഗ്യമുള്ളവരാണെന്നും അയാൾ വിശ്വസിച്ചു. കിബുത്തികൾ രാജാക്കന്മാരും ഇസ്രായേൽ സന്തതികൾ കിബുത്തികൾക്കു വേണ്ടി ദാസ്യവേല ചെയ്യേണ്ട അടിമകളും എന്നത്രേ അയാളുടെ നിലപാട്. മൃഗങ്ങളോട് പെരുമാറും വിധമായിരുന്നു ഫറോവ ഇസ്രായേൽ സന്തതികളോട് പെരുമാറിയത്. മനുഷ്യർ മൃഗങ്ങളെ തങ്ങൾക്കു വേണ്ടി ജോലി ചെയ്യിപ്പിക്കാറുണ്ടല്ലോ, പക്ഷേ അന്നന്നത്തെ ആഹാരമല്ലാതെ മറ്റെന്തെങ്കിലും അവയ്ക്ക് കൊടുക്കാറുണ്ടോ? ഇസ്രായേൽ സന്തതികൾ കിബുത്തി യജമാനന്മാർക്കു വേണ്ടി ചെയ്യേണ്ടി വന്ന ഭാരിച്ച അടിമപ്പണിക്ക് പ്രതിഫലമായി അവർക്ക് ദിനേനയുള്ള അന്നമല്ലാതെ മറ്റൊരു ആനുകൂല്യവും ലഭിച്ചിരുന്നില്ല. ഫറോവ സ്വച്ഛാധിപതിയും അഹന്തയുടെ പര്യായവുമായിരുന്നു. തന്നേക്കാൾ ഉയർന്ന ആരുമില്ലെന്ന് അയാൾ കരുതി. അയാൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ ദൈവം എന്നയാൾ പറയാറുണ്ടായിരുന്നു. രാജപദവിയുടെയും മണിമേടകളുടെയും അധികാരത്തിന്റെയും വർണ്ണശബളിമയിൽ വഞ്ചിതനായതാണ് അയാൾ. ഇടയ്ക്കിടെ ഇപ്രകാരം ഫറോവ ചോദിച്ചിരുന്നു: ഞാനല്ലയോ മിസ്രിം രാജ്യത്തിന്റെ മന്നൻ? എന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ടല്ലയോ ഇവിടത്തെ പുഴകൾ ഒഴുകുന്നത്? നിങ്ങളിതൊന്നും കണ്ടു മനസ്സിലാക്കുന്നില്ലേ? തന്റെ മുമ്പിൽ സുജൂദിൽ വീഴണമെന്നും ഫറോവ കൽപ്പിച്ചു. ആളുകൾ അതനുസരിച്ചു. പക്ഷേ അള്ളാഹുവിലും അവന്റെ ദൂതരിലും വിശ്വാസം കൈകൊണ്ട ഇസ്രായേൽ സന്തതികൾ അതിന് കൂട്ടാക്കിയില്ല. ഇസ്രായേൽ സന്തതികളോടുള്ള ഫറോവയുടെ വിദ്വേഷത്തിന് അത് ആക്കം കൂട്ടുകയും ചെയ്തു. കിബുത്തി വംശജനായ ഒരു ജ്യോത്സ്യൻ ഫറോവയോട് വന്നു പറഞ്ഞു: ഇസ്രായേൽ സന്തതികളിൽ ആൺകുഞ്ഞ് ജനിക്കും. അവന്റെ കരങ്ങളിലൂടെ അങ്ങയുടെ രാജാധികാരം തെറിച്ചു പോകും. ഇതു കേൾക്കേണ്ട താമസം ഫറോവ പരിഭ്രാന്തനായി. ഇസ്രായേൽ സന്തതികളിൽ പിറക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും പിടിച്ചറുക്കാൻ തന്റെ ഭടന്മാരോട് ഫറോവ കൽപ്പിച്ചു. താൻ ദൈവമാണെന്നാണല്ലോ ഫറോവയുടെ വിചാരം. അതിനാൽ താൻ ഉദ്ദേശിക്കുന്നവരെ അറുക്കാനും അല്ലാത്തവരെ വെറുതെ വിടാനും അയാൾക്ക് അധികാരമുണ്ടെന്നാണ് മൂപ്പന്റെ മനസ്സിലിരിപ്പ്. ആട്ടിൻപറ്റത്തിന്റെ ഉടമയ്ക്ക് താൻ ഉദ്ദേശിക്കുന്ന ആടുകളെ അറുക്കാനും അല്ലാത്തവയെ അറുക്കാതിരിക്കാനും അധികാരമുണ്ടല്ലോ. ഫറോവയുടെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഭടന്മാർ നാലുപാടുമോടി. ഇസ്രായേൽ സന്തതികളിൽ എവിടെയൊക്കെ ഒരു ആൺശിശു ജനിച്ചിട്ടുണ്ടെന്ന് അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എവിടെയൊക്കെ അങ്ങനെ ജനിച്ചതായി അറിഞ്ഞോ അവിടങ്ങളിലൊക്കെ കയറി ചെന്ന് ആ ചോര പൈതലിനെ പിടിച്ചുപറ്റി ആട്ടിൻ കിടാക്കളെ എന്ന പോലെ കശാപ്പ് ചെയ്തു. അന്നും കാട്ടിൽ ചെന്നായകൾ പാർത്തിരുന്നു. അന്നും നാട്ടിൽ പാമ്പും തേളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവയെയൊന്നും ആരും ഉപദ്രവിച്ചില്ല. ഫറോവയുടെ പോലീസുകാരിൽ ഒരാൾ പോലും അവയെ വേട്ടയാടിയതുമില്ല. പക്ഷേ ഇസ്രായേൽ സന്തതികളിൽ ആണായി പിറക്കുന്ന പിഞ്ചോമനകൾക്ക് ഫറോവയുടെ രാജ്യത്ത് അനുവാദമില്ല. സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ആയിരക്കണക്കിന് ഓമന പൈതങ്ങളുടെ ശിരസ്സുകൾ അറുത്തു മാറ്റപ്പെട്ടു. അക്കാലത്ത് ഇസ്രായേൽ സന്തതികളുടെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞു പിറന്നാൽ ആ ദിനം അങ്ങേയറ്റം പ്രയാസകരം തന്നെയായിരുന്നു. അത് കഥനത്തിന്റെയും കരച്ചിലിന്റെയും ദിനമായിരുന്നു. ബനു ഇസ്രായേൽ കുടുംബത്തിൽ ഒരു ആൺ പൈതൽ പിറക്കുന്ന ദിനം അനുശോചനത്തിന്റെയും വിലാപത്തിന്റെയും ദിനമായിരുന്നു. ഒരൊറ്റ ദിവസത്തിൽ തന്നെ 100 കണക്കിന് പൈതങ്ങൾ ആട്ടിനെയും പോത്തിനെയും അറുക്കുന്നത് പോലെ അറുകൊല ചെയ്യപ്പെട്ടു. വിശുദ്ധ ഖുർആൻ സിദ്ധിച്ച പോലെ ഫറോവ ഭൂമിയിൽ പ്രതാപം നടിച്ച അധികാരം വാണു. അയാൾ രാജ്യത്ത് ദുരാഷ്ട്രവാദം കൊണ്ടുവന്നു. ഒരു വിഭാഗത്തെ ദുർബലരാക്കി അവരിലെ ആൺകുഞ്ഞുങ്ങളെ ഹനിക്കുകയും പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. ഫറോവ പേടിച്ചതെന്തോ അത് സംഭവിക്കട്ടെ എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. ഫറോവയുടെ രാജപദവി ഏതൊരുവന്റെ കയ്യാൽ തെറിച്ചു പോകണമെന്നാണോ അല്ലാഹു തആല ഇച്ഛിച്ചത്, ആ കുഞ്ഞു പിറന്നു. ഏതൊരു മഹാനുഭാവന്റെ കരങ്ങളിലാണോ ഇസ്രായേൽ സന്തതികളുടെ വിമോചനം സാധ്യമാകണമെന്ന് ദൈവം ഇച്ഛിച്ചത്, ആ കുഞ്ഞുമോൻ ഭൂജാതനായി. സൃഷ്ടിപൂജയിൽ നിന്ന് ഏകനായ സൃഷ്ടാവിന്റെ ആരാധനയിലേക്ക് സർവ്വ സൃഷ്ടിയെയും കൊണ്ടുവരാൻ ആരെയാണോ പ്രപഞ്ചനാഥൻ കണക്കാക്കിയത്, ആ കുഞ്ഞ് ഭൂലോകത്ത് പിറവിയെടുത്തു. മനുഷ്യ സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നയിക്കാൻ ഏതൊരു പുണ്യ പൂമാനയാണോ ഈശ്വരൻ തെരഞ്ഞെടുത്തത്, ആ ഓമന പൈതൽ ജനിച്ചു.
ഫറോവയെയും കിങ്കരന്മാരെയും വകവെക്കാതെ ഇമ്രാന്റെ പുത്രൻ മൂസാ നബി അലൈഹിസ്സലാം പിറന്നു. പോലീസും അന്വേഷണങ്ങളും ഒക്കെ മുറയ്ക്ക് നടന്നിട്ടും മൂസാ നബി അലൈഹിസ്സലാം പിറന്ന് 3 മാസം പിന്നിട്ടു. പക്ഷേ മൂസയുടെ മാതാവ് തന്റെ സുന്ദരനായ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭയവിഹ്വലയായി. എങ്ങനെ ഭയപ്പെടാതിരിക്കും? കുഞ്ഞുങ്ങളുടെ ശത്രു പതിയിരിക്കുകയല്ലേ. ശതക്കണക്കിന് ശിശുക്കളെ മാതാക്കളുടെ മടിത്തട്ടിൽ നിന്ന് പോലീസുകാർ റാഞ്ചിയെടുത്തില്ലേ. പാവം ഉമ്മയെന്തു ചെയ്യാൻ? ഈ സുന്ദര ശിശുവിനെ ആ മാതാവ് എവിടെ ഒളിപ്പിക്കാൻ? കാക്കയുടെ കണ്ണും ഉറുമ്പിന്റെ നാസികയും കൈമുതലാക്കിയ ഭടന്മാർ റോന്തു ചുറ്റുകയല്ലേ. ആ പാവം മാതാവിന് ദൈവം തുണയായി. കുഞ്ഞിനെ ഒരു പേടകത്തിനകത്താക്കി നൈൽ നദിയിലേക്ക് വലിച്ചെറിയാൻ അവർക്ക് ദൈവത്തിന്റെ വെളിപാട് ലഭിച്ചു. അല്ലാഹു അക്ബർ. വാത്സല്യനിധിയായ ഒരു മാതാവ് അവരുടെ കുഞ്ഞിനെ പെട്ടിയിലടച്ച് നദിയിലെറിയുകയോ? പെട്ടിക്കകത്ത് കുഞ്ഞിനെ ആര് മുലയൂട്ടാൻ? പെട്ടിക്കകത്ത് കുഞ്ഞിനെങ്ങനെ ശ്വാസവായു കിട്ടാൻ? ആ വത്സല്യനിധിയായ മാതാവ് അതൊക്കെ ചിന്തിച്ചു. പക്ഷേ ദൈവഭക്തയായ ആ മഹതി ദൈവത്തിൽ ഭരമേൽപ്പിച്ചു. ദൈവ വെളിപാട് അവലംബിച്ചു. കുഞ്ഞിന് പെട്ടിയിൽ തന്നെ വീടിനേക്കാൾ സുരക്ഷിതത്വം. വീട്ടിലാകുമ്പോൾ എല്ലായിടത്തും ഭടന്മാരല്ലേ. കുഞ്ഞുങ്ങളുടെ എതിരാളി പതിയിരിക്കുകയല്ലേ. ഭടന്മാർ കാക്കയുടെ കണ്ണും മുറുമ്പിന്റെ നാസികയും കൈമുതലാക്കിയവരല്ലേ. അള്ളാഹു കൽപ്പിച്ച പോലെ പാവം ഉമ്മ പ്രവർത്തിച്ചു. സുന്ദര ശിശുവിനെ പെട്ടിയിലടച്ച് നൈൽ നദിയിലേക്ക് എറിഞ്ഞു. ആ സ്നേഹനിധിയായ മാതാവിന് ഒരു വേള സഹികെട്ടെങ്കിലും ആ മാതാവ് എല്ലാ സഹനങ്ങളും ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിൽ ഭരമേൽപ്പിച്ചു. നൈൽ നദിയുടെ ശാദ്വല തീരത്ത് നിരവധി മണിമാളികകൾ ഫറോവയ്ക്കുണ്ടായിരുന്നു. അവൻ ഓരോരോ മണിമേടകളിലേക്ക് താമസം മാറ്റിക്കൊണ്ടേയിരിക്കും. നൈൽ നദിയുടെ തീരത്ത് ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം പതിവ് പോലെ നൈൽ നദിയുടെ തീരത്ത് പുൽമൈതാനിയിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു ഫറോവ. തന്റെ കാൽച്ചുവട്ടിലൂടെ അനുസൂദ്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പുഴയിലേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. ഫറോവയുടെ കൂടെ രാജ്ഞിയും രാജാവിന്റെ ഉല്ലാസത്തിൽ പങ്കുചേർന്നു. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലേക്ക് അവരും നോക്കി. നെയിലിന്റെ ഓളങ്ങളുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തരംഗമാലകളോടൊപ്പം കളിയാടി വരുന്ന ഒരു പെട്ടിയിൽ 2 പേരുടെയും കണ്ണുകൾ ഉടക്കി. നാദാ, ആ പെട്ടി കണ്ടോ? എവിടെ പെട്ടി? അത് ഒരു മരക്കഷ്ണമല്ലേ? ഫറോവ ചോദിച്ചു. അല്ല പ്രാണനാഥ, അത് പെട്ടി തന്നെയാണ്. പെട്ടിയതാ അടുത്തെത്തി. നദിയിൽ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞു, അതെ, ഇത് പെട്ടിയാണ്. രാജാവ് തന്റെ സേവകരോട് കൽപ്പിച്ചു, ആ പെട്ടിയൊന്ന് എടുത്തു നോക്കിയാട്ടെ. സേവകൻ പെട്ടിയെടുത്തു തുറന്നു നോക്കിയപ്പോഴതാ അതിലൊരു കുഞ്ഞുമോൻ പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ അത്ഭുത പരതന്ത്രരായി. എല്ലാവരും കുഞ്ഞിനെ എടുത്തു നോക്കി. ഫറോവ കുട്ടിയെ കണ്ട് പരിഭ്രമിച്ചു. സേവകരിൽ ചിലർ പറഞ്ഞു, ഈ കുഞ്ഞ് ഇസ്രായേൽ സന്തതിയാണ്, ഇവനെ അറുത്തേ തീരൂ. കുഞ്ഞിനെ കണ്ട രാജ്ഞിക്ക് അതിനോട് മനസ്സിൽ എന്തെന്നില്ലാത്ത സ്നേഹമുറവെടുത്തു. അവർ ആ ഓമന പൈതലിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ചുടുചുംബനങ്ങൾ അർപ്പിച്ചു. രാജ്ഞി രാജാവിനോട് കീണു പറഞ്ഞു, ഈ കുഞ്ഞുമോൻ എനിക്കും അങ്ങേക്കും കൺകുളിർമയാണ്. ഇവനെ കൊല്ലാതിരുന്നാലും ഇവൻ നമുക്ക് ഉപകരിച്ചേക്കും. നമ്മുടെ മകനായി നമുക്കിവനെ വളർത്താം. ഫറോവയെയും ഭടന്മാരെയും തൃണവൽഗണിച്ചുകൊണ്ട് ഇമ്രാന്റെ പുത്രൻ മൂസ ഫറോവയുടെ രാജകൊട്ടാരത്തിൽ വളർന്നത് അങ്ങനെയാണ്. ഭടന്മാർക്ക് ഈ ഇസ്രായേൽ സന്താനത്തെ പിടികിട്ടിയതുമില്ല. കാക്കയുടെ കണ്ണും ഉറുമ്പിൻ നാസികവുമുള്ള പോലീസുകാർക്ക് ഏതൊരു കുഞ്ഞുമോന്റെ തൃക്കരങ്ങളിലൂടെയാണ് ഫറോവയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ലോകനാഥനായ അല്ലാഹു തആല തീരുമാനിച്ചത്, ആ കുഞ്ഞുമോനെ കുഞ്ഞുങ്ങളുടെ ശത്രു തന്നെ വളർത്തട്ടെ എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. ഹോ, വല്ലാത്ത നിർണയം തന്നെ. പാവം ഫറോവ. മൂസയുടെ കാര്യത്തിൽ അവന് പിഴവ് സംഭവിച്ചിരിക്കുന്നു. തന്റെ മന്ത്രി ഹാമാനും തെറ്റുപറ്റി. ഫറോവയുടെ സൈന്യത്തിനും മൂസയുടെ കാര്യത്തിൽ അമളി പിണഞ്ഞു. അതുതന്നെയല്ലേ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്? ഫറോവയുടെ ജനത മൂസയെ പൊക്കിയെടുത്തു. മൂസ അവരുടെ ശത്രുവാകാനും അവർക്ക് മൂസ ദുഃഖം സമ്മാനിക്കാനും മൂസയെ അവർ തന്നെ വളർത്തി. ഫറോവയ്ക്കും ഹാമാനും അവരുടെ സേനാനികൾക്കും അബദ്ധം ഇണഞ്ഞെന്ന കാര്യത്തിൽ സന്ദേഹമേതുമില്ല. രാജകൊട്ടാരത്തിലെത്തിയ ഈ പുതിയ കുഞ്ഞ്, സുന്ദരനായ കുഞ്ഞ് എല്ലാവർക്കും ഒരു വിനോദമായി. കൊട്ടാരവാസികൾക്ക് ഈ കുഞ്ഞ് ഒരു നേരം പോക്കായി. എല്ലാവരും കുഞ്ഞിനെ എടുത്ത് ചുംബിക്കുന്നു. എല്ലാവരും കുഞ്ഞിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു. കാരണം രാജ്ഞിയുടെ സ്നേഹഭാജനമാണല്ലോ അവൻ. അതുകൊണ്ട് രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടികൾക്ക് എങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? കൊട്ടാരത്തിലെ ഭൃത്യന്മാർക്ക് എങ്ങനെ കുഞ്ഞിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയും? എല്ലാവരും കുഞ്ഞിനെ മാറി മാറി വാരിയെടുത്ത് ഉമ്മ വെക്കുകയാണ്. കാരണം കുഞ്ഞ് സുന്ദരനാണല്ലോ. കുഞ്ഞിനെ മുലയൂട്ടി വളർത്താൻ രാജ്ഞി ഒരു പോറ്റമ്മയെ അന്വേഷിച്ചു. അവർ ഒരു സ്ത്രീയെ കണ്ടെത്തി. അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവർ ആ കുഞ്ഞിനെ എടുത്ത് മുല കൊടുക്കാൻ ഒരുങ്ങി. പക്ഷേ കുഞ്ഞു മുല സ്വീകരിച്ചില്ല.
അത് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മറ്റൊരു പോറ്റമ്മയെ അന്വേഷിച്ചു കണ്ടെത്തി. അവർ രാജകൊട്ടാരത്തിൽ വന്നണഞ്ഞു. കുഞ്ഞിനെ എടുത്ത് മുല കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അത് കൂട്ടാക്കാതെ വാവിട്ട് കരയുകയാണ് മൂസാ നബി. മൂന്നാമതും നാലാമതും അഞ്ചാമതും പല പല പോറ്റമ്മമാർ വന്നു. പക്ഷേ അവരുടെ സ്തനാമൃതം നുകരാൻ കൂട്ടാക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരത്ഭുതം! കുഞ്ഞെന്തേ മുല കുടിക്കാത്തത്? എന്തിനാണ് കുഞ്ഞ് കരയുന്നത്? രാജ്ഞിയെ സന്തോഷിപ്പിക്കാൻ കുഞ്ഞിനെ മുലയൂട്ടുന്നതിന് പോറ്റമ്മമാർ പരിശ്രമിച്ചു നോക്കി. രാജകൊട്ടാരത്തിലെ കുഞ്ഞാണ്. അതിനെ മുലയൂട്ടുന്ന പെണ്ണിന് നല്ല കാശ് കിട്ടും. അതിനാൽ കുഞ്ഞിനെ മുലയൂട്ടാൻ പഠിച്ച പണി 18 പോറ്റമ്മമാർ പയറ്റു നോക്കി. പക്ഷേ അള്ളാഹു ആ കുഞ്ഞിന് പോറ്റമ്മമാരുടെ മുലപ്പാൽ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ഈ കുഞ്ഞു വലിയ ചർച്ചാ വിഷയമായി. കുഞ്ഞ് എല്ലാവർക്കും ഒരു വേലയായി. നാടൊട്ടുക്കം ഈ അത്ഭുത ശിശുവിന്റെ വൃത്താന്തം പരന്നു. എടോ, നീ കണ്ടോ ആ പുതിയ കുഞ്ഞിനെ? അതെ, ഞാൻ കണ്ടു. വളരെ സുന്ദരനായ കുഞ്ഞാണ്. പക്ഷേ വളരെ വിചിത്രം. സാധാരണ കുഞ്ഞുങ്ങളെ പോലെയല്ല മുല കുടിക്കുന്നില്ല. പോറ്റമ്മമാർ വന്ന് എടുത്തു നോക്കുമ്പോൾ കരയുകയാണ്, മുല തിരസ്കരിക്കുകയാണ്. പാവം, എങ്ങനെയാണ് ആ കുഞ്ഞ് ജീവിക്കുക? അതെന്തായാലും ചത്തുപോകും. ദിവസങ്ങളോളമായി കുഞ്ഞു മുല കുടിച്ചിട്ടില്ല. ഒരിക്കൽ വാത്സല്യനിധിയായ മാതാവ് മൂസയുടെ സഹോദരിയോട് പറഞ്ഞു, മോളെ, നിന്റെ ആങ്ങളെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടാവും. മോളൊന്ന് പോയി നോക്ക്. കുഞ്ഞിനെ സംരക്ഷിച്ചു കൊള്ളുമെന്നും എന്നെ തിരിച്ചേൽപ്പിക്കുമെന്നും ദൈവം എനിക്ക് വാക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ആങ്ങളയെ തിരിഞ്ഞുകൊണ്ട് മൂസയുടെ പെങ്ങൾ പോയി. രാജകൊട്ടാരത്തിലെ സുന്ദര ശിശുവിനെ കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി കേട്ടു. രാജകൊട്ടാരത്തിലെ പെണ്ണുങ്ങളുടെ വർത്തമാനം ശ്രമിക്കാൻ ഈ പെൺകുട്ടി ചെന്ന് നോക്കി. രാജകൊട്ടാരത്തിൽ സംസാരമുയരുകയാണ്. രാജ്ഞി അസ്വാനിൽ നിന്ന് വരാൻ പറഞ്ഞ പോറ്റമ്മ വന്നോ? അതെ, വന്നു. പക്ഷെ കുട്ടി സമ്മതിക്കുന്നില്ല. അത് മുല കുടിച്ചില്ല. ദൈവമേ, എന്താണ് ഈ കുഞ്ഞിന്റെ കാര്യം? രാജ്ഞി പരിശോധിക്കുന്ന 6ാമത്തെ പോറ്റമ്മയല്ലേ ഇത്? അതെ, മൂസയുടെ സഹോദരി ഈ സംസാരമെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അവൾ വളരെ സ്നേഹത്തോടെയും മര്യാദയോടെയും ഇപ്രകാരം പറഞ്ഞു, ഇന്നാട്ടിലെ ഒരു അങ്കനയെ എനിക്കറിയാം. ആ നാരിയുടെ മുല ഈ കുഞ്ഞ് കുടിക്കാതിരിക്കില്ല. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. 6 പേരെ ഞങ്ങൾ പരീക്ഷിച്ചു, പക്ഷേ കുഞ്ഞു മുല നുകർന്നിട്ടില്ല. മറ്റൊരു പെണ്ണ് പറഞ്ഞതിങ്ങനെ, 7ാമത്തെ ഒരു പോറ്റമ്മയെ കൂടി പരിശോധിച്ചാലെന്ത്? നമുക്കെന്ത് തടസ്സം? ഈ വൃത്താന്തം കേട്ട് രാജ്ഞി മൊഴിഞ്ഞു, നീ പോയി ആ പെണ്ണിനെ കൂട്ടി വന്നാലും. മൂസയുടെ മാതാവ് കൊട്ടാരത്തിൽ വന്നണഞ്ഞു. ഒരു ഭൃത്യ ഓടി വന്ന് കുഞ്ഞിനെ അവർക്ക് സമർപ്പിച്ചു. കുഞ്ഞ് ആ നാരീമണിയെ പരിരംഭണം ചെയ്തു. കുഞ്ഞ് ആനന്ദത്തോടെ മുല നുകർന്നു. കുഞ്ഞ് എന്തിനു മുല കുടിക്കാതിരിക്കണം? അതിന്റെ വാത്സല്യനിധിയായ മാതാവല്ലയോ ഈ വന്നണഞ്ഞിരിക്കുന്നത്? എന്തിന് കുഞ്ഞ് മുല കുടിക്കാതിരിക്കണം? കുറച്ച് ദിവസങ്ങളായി കുഞ്ഞ് വിശന്നിരിക്കുകയല്ലേ? രാജ്ഞി അത്ഭുത പരതന്ത്രയായി. കൊട്ടാരവാസികൾ അത്ഭുത സ്തബ്ധരായി. സംശയാഗ്രസ്തനായ ഫറോവ ചോദിച്ചു, എന്തുകൊണ്ട് കുഞ്ഞ് ഈ പെണ്ണിനെ സ്വീകരിച്ചു? ഇവൾ അവന്റെ ഉമ്മയാണോ? സ്നേഹമസൃണമായ സ്വരത്തിൽ മൂസയുടെ മാതാവ് മൊഴിഞ്ഞു, അല്ലയോ ചക്രവർത്തി തിരുമനസേ, ഞാൻ നല്ല സുഗന്ധമുള്ള അമ്മയാണ്. എന്റെ മുലപ്പാൽ വളരെ നല്ലതാണ്. ഏതു കുഞ്ഞും എന്നെ സ്വീകരിക്കും. ഫറോവ മൗനം ഭജിച്ചു. മുലയൂട്ടുന്നതിന് അവൾക്ക് കൂലി നിശ്ചയിച്ചു. കുഞ്ഞിനെയും എടുത്ത് ആ മാതാവ് അവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു. അതല്ലേ വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്തത്? അവനെ നാം തന്റെ മാതാവിന് തിരിച്ചു കൊടുക്കുകയും അവരുടെ കൺകുളിർക്കാനും ആദികൾ പോയി മറയാനും ദൈവത്തിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണെന്നറിയാനും. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അനഭിജാജ്ഞരത്രേ. മുലുകുടി മാറിയപ്പോൾ മൂസയുടെ മാതാവ് അവനെ ഫറോവയുടെ രാജകൊട്ടാരത്തിൽ തിരിച്ചേൽപ്പിച്ചു. മൂസ ഒരു രാജകുമാരനെ പോലെ കൊട്ടാരത്തിൽ വളർന്നു. രാജാക്കന്മാരോടും പ്രമാണിമാരോടുമുള്ള ഭയം മൂസയുടെ മനസ്സിൽ നിന്ന് നീങ്ങിയത് അങ്ങനെയാണ്. ഫറോവയും പ്രതികളും സുഖിക്കുന്നത് മൂസ തന്റെ 2 കണ്ണുകൾ കൊണ്ട് കണ്ടു. ഫറോവയ്ക്കും പ്രഭൃതികൾക്കും സുഖിക്കാൻ ഇസ്രായേൽ സന്തതികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മൂസ കണ്ടു. ഫറോവയുടെ മൃഗങ്ങളുടെ വയറു നിറയ്ക്കാൻ ഇസ്രായേൽ സന്തതികൾ വിശപ്പ് സഹിക്കേണ്ടി വരുന്നത് മൂസ കണ്ടു. മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെ ഇസ്രായേൽ സന്തതികളോട് കിബിത്തുകൾ പെരുമാറുന്നതും മൂസ കണ്ടു. ഇസ്രായേൽ സന്തതികളെ കിബിത്തുകൾ പീഡിപ്പിക്കുന്നതും അവരെ കൊണ്ട് ഭാരിച്ച ജോലികൾ ചെയ്യിപ്പിക്കുന്നതും മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. പ്രഭാതം പുലർന്നത് മുതൽ സായാഹ്നം വരെ മൂസ ഇതൊക്കെ കണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. പക്ഷേ മൂസയുടെ മനസ്സിൽ ഇതിനോട് അമർഷമുണ്ടായിരുന്നു. എങ്ങനെ അമർഷമില്ലാതിരിക്കും? സ്വന്തം ജനതയെ ഇകഴ്ത്തുന്നത് കാണുമ്പോൾ വിദ്വേഷം ജനിക്കാതിരിക്കുമോ? ഇസ്രായേൽ സന്തതികൾ പ്രവാചക സന്തതികളാണ്, ആദരണീയരുടെ മക്കളാണ്. ഇസ്രായേൽ സന്തതികൾ എന്തു പിഴച്ചു? അവർ കിബുത്തികൾ അല്ലെന്നതോ? അവർ കൻആനിൽ നിന്ന് വന്നുവെന്നതോ? അതൊന്നും തെറ്റല്ല, അതൊരു പിഴവുമല്ല.
അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം വളർന്നു ശക്തനായ യുവാവായി തീർന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ബുദ്ധിയും ജ്ഞാനവും നൽകി. മൂസാ നബി അലൈഹിസ്സലാം മർദ്ദകരോട് വിദ്വേഷം പുലർത്തുകയും മർദ്ദിതരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. അപ്രകാരമാണ് എല്ലാ പ്രവാചകന്മാരും ചെയ്തിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഫറോവയുടെ നഗരിയിൽ പ്രവേശിച്ചപ്പോൾ ആളുകൾ കളികളിലും വിനോദങ്ങളിലും നിമഗ്നരായത് കണ്ടു. അവിടെ രണ്ടുപേർ അടിപിടി കൂടുന്നത് മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. ഒരാൾ ഇസ്രായേലിനും അപരൻ ഇസ്രായേലരുടെ ശത്രുക്കളായ കിബിത്തികളുടെ കൂട്ടത്തിൽ പെട്ടവനുമായിരുന്നു. ഇസ്രായേലിന് സഹായത്തിന് നിലവിളിച്ചു. കിബിത്തി തന്നെ മർദ്ദിക്കുന്നുവെന്ന് അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാമിനോട് പരിവേദനം ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാം കോപാകുലനായി കിബിത്തിയെ പ്രഹരിച്ചു. പക്ഷേ അത് മാരകമായ പ്രഹരമായി പോയി. കിബിത്തി തൽക്ഷണം മരിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാം അങ്ങേയറ്റം ഖേദിച്ചു. അത് ശൈത്വാന്റെ ലീലയാണെന്ന് മൂസാ നബി അലൈഹിസ്സലാം അറിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ദൈവത്തിലേക്ക് ഖേദിച്ചു മടങ്ങി. സകല പ്രവാചകന്മാരും അപ്രകാരമാണ് ഖുർആൻ ഉദ്ഘോഷിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ശൈത്വാന്റെ ലീലാവിലാസമാണ്. അവൻ മനുഷ്യനെ ധർമ്മച്യുതിയിൽ അകപ്പെടുത്തുന്ന വ്യക്തമായ ശത്രുവത്രേ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ ഖേദിച്ചു മടങ്ങിയ കാരണം കിബുത്തിയെ വധിക്കാൻ മൂസാ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചിരുന്നില്ല. മൂസാ നബി ഒരു പ്രഹരം നൽകിയെന്നു മാത്രം. പക്ഷേ അത് മാരകമായി പോയി. പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇപ്രകാരം പറഞ്ഞു, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ എനിക്ക് പാപം പൊറുത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മർദ്ദകരുടെ സഹായിയാവുകയില്ല. മൂസാ നബി അലൈഹിസ്സലാം ഭയവിഹ്വലനായിക്കൊണ്ട് പോലീസ് വന്ന് തന്നെ പിടികൂടുമോ എന്നോർത്ത് മൂസാ നബി അലൈഹിസ്സലാം ഉത്കണ്ഠാകുലനായി. കാക്ക കണ്ണുകളും മുറുമ്പിൻ നാസികയും കൈമുതലാക്കിയവരാണല്ലോ പോലീസുകാർ. പോലീസ് വന്ന് തന്നെ ഫറോവ എന്ന സ്വച്ഛാധിപതിയുടെ മുമ്പിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമോ എന്നോർത്ത് മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചരണ്ടു. കൊല്ലപ്പെട്ട കിബിത്തിയെ പോലീസുകാർ കണ്ടു. കൊലയാളി ആരെന്ന് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. കൊലയാളി ആരെന്ന് ആര് പറഞ്ഞു കൊടുക്കാൻ? മൂസാ നബിക്കും ഇസ്രായേലിനും മാത്രമല്ല കൊലയാളി ആരെന്നറിയൂ. കൊല്ലപ്പെട്ട കിബിത്തി നാട്ടിൽ സംസാര വിഷയമായി. നഗരത്തിൽ അത് ചൂടുപിടിച്ച വിവാദമായി. എല്ലാവരും അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ കൊലയാളി ആരെന്ന് ആർക്കും അറിയില്ല. ഫറോവ കോപാഗ്നനായി പോലീസുകാരോടായി ഫറോവ പറഞ്ഞു, കൊലയാളി ആരെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയേ തീരൂ. അടുത്ത ദിവസവും മൂസാ നബി അലൈഹിസ്സലാം അതേ ഇസ്രായേലിൻ മറ്റൊരു കിബിത്തിയുമായി ശണ്ട കൂടുന്നത് കണ്ടു. യാതൊരു ലജ്ജയുമില്ലാതെ അയാൾ നിലവിളിച്ച് മൂസാ നബിയുടെ സഹായം തേടി. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ ആളൊരു കുഴപ്പക്കാരനാണ്. ആൾക്കാരുമായി നിരന്തരം തർക്കിക്കുകയും അടിപിടി കൂടുകയും ചെയ്യുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ നിന്നെ സഹായിക്കണമെന്നോ? എടാ, നീ ഒരു അതിക്രമകാരിയാണ്. പക്ഷേ ഇസ്രായേലിനെ പെരുമാറ്റ മര്യാദ പഠിപ്പിക്കുക മാത്രമേ മൂസാ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ആക്ഷേപ വാക്കുകൾ നിർത്തി മൂസാ നബി അലൈഹിസ്സലാം രണ്ടാളുടെയും അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. മൂസയുടെ ആക്ഷേപ വാക്കുകൾ കേട്ടതിനു പുറമെ മുഖത്ത് കോപം കൂടി കണ്ടപ്പോൾ തന്നെ പ്രഹരിക്കാനാവും മൂസയുടെ വരവെന്ന് ഇസ്രായേലിൻ തെറ്റിദ്ധരിച്ചു. തലേന്ന് കിബിത്തിയെ അടിച്ചു കൊന്ന പോലെ തനിക്കും മാരകമായ ഒരു പ്രഹരം മൂസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ തന്നേക്കുമോ എന്ന് അയാൾ പേടിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇന്നലെ നീ ഒരുത്തനെ കൊന്ന പോലെ ഇന്ന് എന്നെയും കൊല്ലുമോ? ഒരു പോക്കിരിയാകാനാണോ നിന്റെ പുറപ്പാട്? അങ്ങനെ ഇന്നലത്തെ കൊലയാളി മൂസാ നബി ആയിരുന്നുവെന്ന് കിബിത്തി അറിഞ്ഞു. കിബിത്തി ആ വിവരം പോലീസിനെ അറിയിച്ചു. ഈ വൃത്താന്തമറിഞ്ഞ ഫറോവ ചോദിച്ചു, നമ്മുടെ കൊട്ടാരത്തിൽ നാം പാലൂട്ടു വളർത്തിയ ആ യുവാവോ? പക്ഷേ ഫറോവയുടെ നാശത്തിൽ നിന്ന് മൂസയെ മോചിപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം കിബിത്തിയെ വകവരുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. മൂസ ഒരടി അടിച്ചു. അത് മാരകമായി തീർന്നു. പക്ഷേ ഫറോവയും പോലീസും അത്തരം ഒഴിവുകഴിവുകൾ സ്വീകരിക്കുകയില്ല. മൂസാ നബിക്ക് ഒരു വിട്ടുവീഴ്ചയും അവർ അനുവദിക്കുകയില്ല. മൂസാ നബിയുടെ കരങ്ങളിലൂടെ ഫറോവയുടെ രാജാധികാരം തെറിച്ചു പോകണമെന്ന് അല്ലാഹു തആല പണ്ടേ കണക്കാക്കിയതാണ്. ജനങ്ങളെ സൃഷ്ടിപൂജയിൽ നിന്ന് ഏകനായ സൃഷ്ടാവിന്റെ ആരാധനയിലേക്ക് മൂസ നയിക്കണമെന്ന് അല്ലാഹു തആല നിർണയിച്ചു കഴിഞ്ഞതാണ്. അക്രമികളായ പോലീസുകാരുടെ കരങ്ങളിൽ അകപ്പെട്ടാൽ അതെങ്ങനെ സാധിക്കാൻ? ഫറോവ പ്രഭൃതികൾ മൂസാ നബി അലൈഹിസ്സലാമിനെ വകവരുത്താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഫറോവ പ്രഭൃതികൾ കൂടിയാലോചിച്ച് മൂസയെ വധിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് ഇസ്രായേലിൽപ്പെട്ട ഒരാൾ കേട്ടറിഞ്ഞു. അയാൾ മൂസാ നബിയെ വിവരമറിയിച്ചു. അദ്ദേഹം മൂസാ നബിയോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്, നീ നാടുവിടുക, തീർച്ചയായും ഞാൻ നിനക്ക് ഗുണകരമായ സന്ദേശം നൽകുകയാണ്. അതുപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം നാടുവിട്ടതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തുടർന്നു പറയുന്നു. അങ്ങനെ ഉത്കണ്ഠയോടെ മൂസാ നബി അലൈഹിസ്സലാം നാടുവിട്ടു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ,
എന്നെ അക്രമികളായ ജനതയിൽ നിന്ന് രക്ഷിക്കണമേ. ഫറോവയും കിങ്കരന്മാരും മൂസാ നബിയെ വകവരുത്താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഫറോവ പ്രഭൃതികൾ കൂടിയാലോചിച്ച് മൂസയെ വധിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് ഇസ്രായേലിൽപ്പെട്ട ഒരാൾ കേട്ടറിഞ്ഞു. അയാൾ മൂസാ നബിയെ വിവരമറിയിച്ചു. അദ്ദേഹം മൂസയോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്: നീ നാടുവിടുക, തീർച്ചയായും ഞാൻ നിനക്ക് ഗുണകരമായ ഉപദേശം നൽകുകയാണ്. അതുപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം നാടുവിട്ടതിനെ കുറിച്ച് ഖുർആൻ തുടർന്നു പറയുന്നു: അങ്ങനെ ഉത്കണ്ഠയോടെ മൂസാ നബി അലൈഹിസ്സലാം നാടുവിട്ടു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ അക്രമികളായ ജനതയിൽ നിന്ന് രക്ഷിക്കണമേ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം എങ്ങോട്ടു പോകും? ഈജിപ്ത് മുഴുവൻ ഫറോവയുടെ കയ്യിലല്ലേ? ഫറോവയുടെ സേന ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാക്ക കണ്ണുകളും മുറുമ്പിൻ നാസികയുമുണ്ടവർക്ക്. അറബ് രാജ്യമായ മദിയനിലേക്ക് പോകാൻ മൂസാ നബി അലൈഹിസ്സലാമിന് ദൈവം വെളിപാട് നൽകി. മദിയനിൽ ഫറോവയുടെ കൈയെത്തുകയില്ല. മദിയൻ ഒരു മരുപ്രദേശമാണ്. നാഗരികത തൊട്ടുതീണ്ടാത്ത ഗ്രാമങ്ങളാണ് അവിടെയുള്ളത്. ഈജിപ്ത് നാഗരികത മുറ്റിനിൽക്കുന്ന ദേശമാണ്. കൂറ്റൻ കെട്ടിടങ്ങളും പ്രൗഢമായ രാജകൊട്ടാരങ്ങളും വലിയ വലിയ നഗരങ്ങളും ഈജിപ്തിലുണ്ട്. പക്ഷേ ഇവയൊന്നുമില്ലെങ്കിലും മദിയൻ ഭാഗ്യം ചെയ്ത നാടാണ്. കാരണം അത് ഫറോവ എന്ന നിർദ്ദയനിൽ നിന്നും വളരെ അകലത്താണല്ലോ മദിയൻ. ഭാഗ്യം ചെയ്ത നാടാണെന്ന് പറയാൻ ഇനിയുമുണ്ട് ഒരു കാരണം. അത് സ്വതന്ത്ര രാജ്യമാണ്. ഫറോവയുടെ ഏകാധിപത്യ ഭരണം മദിയനിലില്ല. സ്വാതന്ത്ര്യവും നീതിയുമുള്ള നാട്. മരുഭൂമിയാണെങ്കിലും അതെത്ര നന്ന്. അടിമത്തവും അധർമ്മവും നിറഞ്ഞ നാട്. നാഗരിക കേന്ദ്രമാണെങ്കിലും ആ നാട് എത്ര അഭിശബ്ദം. ഫറോവയുടെ പീഡനങ്ങൾ ഭയക്കാതെ മദിയനിൽ മനുഷ്യർക്ക് പാർക്കാമല്ലോ. അവിടെ ഫറോവയുടെ സേനയെ പേടിച്ച് ആർക്കും കഴിയേണ്ട കാര്യമില്ല. അവിടെ ആൺകുഞ്ഞുങ്ങൾ അറുകൊല ചെയ്യപ്പെടുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം മദിയൻ ലക്ഷ്യമാക്കി നീങ്ങി. ഈജിപ്തിൽ നിന്ന് ഉത്കണ്ഠയോടെയാണ് മൂസാ നബി അലൈഹിസ്സലാം പുറപ്പെട്ടത്. ആരെങ്കിലും തന്നെ പിന്തുടരുമോ? പക്ഷേ ഭയം അസ്ഥാനത്തായിരുന്നു. ഫറോവയുടെ സേനയ്ക്ക് മൂസയെ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പുറപ്പെടുകയായി. വിശുദ്ധ ഖുർആൻ പറയുന്നു, മദിയൻ ലക്ഷ്യം വെച്ച് നീങ്ങിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ നാഥൻ നേർമാർഗത്തിലേക്ക് എന്നെ വഴി നയിച്ചേക്കും. മൂസാ നബി മദിയനിലെത്തി. അവിടത്തുകാരിൽ ആരെയും മൂസയ്ക്കറിയില്ല. അവിടെ ആർക്കും മൂസാ നബിയെയും പരിചയമില്ല. രാത്രി മൂസാ നബിക്ക് ആര് അഭയം നൽകും? രാത്രി എവിടെ കഴിച്ചുകൂട്ടും? മൂസാ നബി അലൈഹിസ്സലാം പരിഭ്രമിച്ചു. പക്ഷേ അള്ളാഹു തന്നെ കൈയൊഴിയുകയില്ലെന്ന ഉറച്ച വിശ്വാസം മൂസാ നബിക്കുണ്ട്. ആളുകൾ അവരുടെ ആട്ടിൻപറ്റങ്ങൾക്കും കന്നുകാലികൾക്കും വെള്ളം കോരി കൊടുക്കുന്ന ഒരു കിണർ അവിടെയുണ്ടായിരുന്നു. 2 പെൺകുട്ടികൾ തങ്ങളുടെ ആടുകളെ തീറ്റിക്കുന്നതും അവയെ വെള്ളം കുടിപ്പിക്കാൻ ആളുകൾ പോകുന്നതുവരെ കാത്തിരിക്കുന്നതും മൂസാ നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചു. കരുണയുള്ള ഒരു പിതാവിന്റെ മനസ്സോടെയാണ് മൂസാ നബി അതെല്ലാം നോക്കിക്കണ്ടത്. മൂസാ നബി അലൈഹിസ്സലാം പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കാത്തത്? പെൺകുട്ടികൾ പറഞ്ഞു, ആളുകൾ കുടിപ്പിച്ചു പോകാതെ ഞങ്ങൾക്കതിന് കഴിയില്ല. അവർ ശക്തന്മാരും ഞങ്ങൾ ബലഹീനരുമാണ്. അവർ ആണുങ്ങളാണ്, ഞങ്ങൾ പെണ്ണുങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളില്ലേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുമെന്ന് മനസ്സിലാക്കി അവർ ഇത്രയും കൂടി പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് വൃദ്ധനാണ്. മൂസയുടെ മനസ്സ് ആർദ്രമായി. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുത്തു. അങ്ങനെ അവർ പോയി. മൂസാ നബി അലൈഹിസ്സലാം ഇനി എങ്ങോട്ട് പോകും? എവിടെ അഭയം ലഭിക്കും? എവിടെ തങ്ങും? മദിയൻകാരിൽ ആരെയും മൂസാ നബിക്ക് പരിചയമില്ല. മദിയൻകാർക്ക് മൂസയെയും അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാം പിന്നെന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ പറയുന്നു, പിന്നെ മൂസാ നബി അലൈഹിസ്സലാം ഒരു തണലിലേക്ക് മാറി നിന്നു. മൂസാ നബി പറഞ്ഞു, എന്റെ ഈശ്വര, നീ എനിക്ക് ഇറക്കിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഏറ്റവും വലിയ ആവശ്യക്കാരനാണ്. സാധാരണ വരുന്ന സമയത്തിന് മുമ്പ് പെൺകുട്ടികൾ വീട്ടിലെത്തി. അവരുടെ പിതാവ് അത്ഭുത പരതന്ത്രനായി അദ്ദേഹം കാരണം തിരക്കി. അദ്ദേഹം ചോദിച്ചു, മക്കളെ, നിങ്ങൾക്കെങ്ങനെ ഇന്ന് ഇത്ര നേരത്തെ തിരിച്ചു വരാൻ സാധിച്ചു? പെൺകുട്ടികൾ മറുപടിയായി മൊഴിഞ്ഞു, അള്ളാഹു ഇന്ന് ഞങ്ങൾക്ക് കരുണയുള്ള ഒരു പുരുഷനെ സഹായിയാക്കി തന്നു. അദ്ദേഹം നമ്മുടെ ആടുകളെ വെള്ളം കുടിപ്പിച്ചു. ആ വൃദ്ധൻ ഇതുകേട്ട് വീണ്ടും അത്ഭുത പരതന്ത്രനായി. ആ പുരുഷൻ ഒരു അസാധാരണ വ്യക്തിയായിരിക്കണം. കാരണം ഇന്നേ വരെ ആരും തന്റെ പെൺമക്കളോട് ഇങ്ങനെ കരുണ കാണിച്ചിട്ടില്ല. വൃദ്ധനായ പിതാവിന്റെ ആത്മകഥ നിങ്ങൾ അങ്ങോട്ട് പോരുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു?
അയാൾ ചോദിച്ചു. പെൺകുട്ടികൾ പറഞ്ഞു, ആ അപരിചിതൻ കിണറ്റിനരികിൽ തന്നെയുണ്ട്, അയാൾക്ക് സ്വന്തമായി വീടൊന്നുമില്ല. വൃദ്ധൻ ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് ഇത്ര സഹായമാണ് അദ്ദേഹം ചെയ്തത്, ഒരപരിചിതൻ നിങ്ങളോട് ഇത്ര വലിയ നന്മ കാട്ടിയില്ലേ? അയാൾക്ക് ഈ നാട്ടിൽ പാർക്കാൻ ഒരിടവുമില്ല. രാത്രി അയാൾ എവിടെ അഭയം പ്രാപിക്കും? ഇരുൾമുറ്റിയാൽ അയാൾ എവിടെ കഴിച്ചുകൂട്ടും? അയാളെ അതിഥിയായി സ്വീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അദ്ദേഹത്തിന് നന്മ ചെയ്യേണ്ട കർത്തവ്യം നമുക്കുണ്ട്. നിങ്ങൾ ആരെങ്കിലും അയാളെയും കൂട്ടി ഇങ്ങോട്ട് പോരുവിൻ. അങ്ങനെ പെൺപിള്ളാരിൽ ഒരുത്തി ലജ്ജയോടെ മൂസാ നബിയുടെ അടുത്തു ചെന്നു പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ആടുകൾക്ക് നിങ്ങൾ വെള്ളം കൊടുത്തതിന് പ്രതിഫലം തരാൻ അല്ലാഹു തആല തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തതായി മൂസാ നബി അലൈഹിസ്സലാമിന് ബോധ്യമായി. മൂസാ നബി അവളുടെ മുമ്പിൽ നടന്നു. അവളെ നോക്കി പോകാതിരിക്കാൻ മാന്യമായി പാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം നടന്നു നീങ്ങി വീട്ടിലെത്തി. ആതിഥേയനായ വൃദ്ധൻ മൂസാ നബിയുടെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു. പേര് ചോദിച്ചു, നാട് ചോദിച്ചു, മദീനയിൽ വരാനുണ്ടായ കാരണം അന്വേഷിച്ചു. മൂസാ നബി അദ്ദേഹത്തോട് എല്ലാ വിവരവും പറഞ്ഞു. തന്റെ കഥ മൂസ വൃദ്ധന് വിവരിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാം അയാൾ സശ്രദ്ധം ശ്രവിച്ചു. മൂസാ നബി അലൈഹിസ്സലാം കഥ നിർത്തിയപ്പോൾ വൃദ്ധൻ ഇപ്രകാരം മൊഴിഞ്ഞതായി പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഭയപ്പെടേണ്ടതില്ല, അക്രമികളായ ജനതയിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ. ആദരണീയനായ ഒരു വിരുന്നുകാരനായി ആ വൃദ്ധൻ മൂസാ നബി അലൈഹിസ്സലാമിനെ വീട്ടിൽ പാർപ്പിച്ചു. പുത്രവാത്സല്യത്തോടെയാണ് ആ വന്യവയോധികൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പെരുമാറിയത്. പിതാവിനോട് നർമ്മസല്ലാപം നടത്തിക്കൊണ്ടിരിക്കവേ ഒരു നാൾ ആ വീട്ടിലെ പെൺകുട്ടികളിൽ ഒരാൾ വെറുതെ ഒരു കമന്റ് പാസാക്കി, വാപ്പ, അയാളെ നമുക്കിവിടെ ജോലിക്ക് നിർത്താം, ശക്തനും വിശ്വസ്തനുമായ ആളാണല്ലോ, പണിക്ക് നിർത്താൻ ഏറ്റവും നല്ലത്. അദ്ദേഹം ശക്തനും വിശ്വസ്തനുമാണെന്ന് മോൾക്കെങ്ങനെ മനസ്സിലായി? ഉപ്പ ചോദിച്ചു. അയാളുടെ ശക്തിയെപ്പറ്റി ഞാൻ പറയാം. കിണറ്റിന്റെ ഭയങ്കര ഭാരമുള്ള മൂടി ഒറ്റയ്ക്ക് ഉയർത്തിയ മനുഷ്യനാണ് അയാൾ. ഒരുപാട് പേർ ചേർന്ന് പൊക്കിയാലേ ആ അടപ്പ് ഉയർത്താൻ സാധിക്കൂ. ഇനി വിശ്വസ്തതയുടെ കാര്യം, അയാൾ എന്റെ മുമ്പിലാണ് നടന്നത്. ദൂരെ നിന്ന് പോലും അയാൾ എന്റെ നേർക്ക് നോക്കിയിട്ടില്ല. ജോലി ഏൽപ്പിക്കപ്പെടുന്നവരും സേവകരും ശക്തരും വിശ്വസ്തരുമായിരിക്കണം. ശക്തനല്ലെങ്കിൽ കാര്യക്ഷമമായി ജോലി ചെയ്യാനാവില്ല. വിശ്വസ്തനല്ലെങ്കിൽ ശക്തി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, കാരണം നമ്മെ ചതിക്കും. പിതാവ് മക്കളോട് യോജിച്ചു. അദ്ദേഹം മകൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പുനരാലോചന ചെയ്തു. അപ്പോൾ ആ ജ്ഞാനവൃദ്ധന്റെ മനസ്സ് ചോദിച്ചൊരു ചോദ്യം ഇപ്രകാരമായിരുന്നു, ഈ യുവാവിനേക്കാൾ എന്റെ മരുമകനാകാൻ കൊള്ളുന്നവനാര്? ഈ ചെറുപ്പക്കാരനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പുതിയാപ്പിളയെ ഈ ലോകത്ത് എനിക്ക് വേറെ എവിടെ നിന്ന് ലഭിക്കാൻ? മദിയനിൽ അനുയോജ്യമായ ഒരാളുമില്ല. ഈ യുവാവിനെ എന്റെ മരുമകനാകാൻ അല്ലാഹു തആല എനിക്ക് കൊണ്ടുവന്നു തന്നതാകും. അദ്ദേഹം സ്നേഹത്തോടെ ചെറുപ്പക്കാരനെ അരികിൽ വിളിച്ചു വളരെ ബുദ്ധിപൂർവമായി മൊഴിഞ്ഞു, 8 കൊല്ലം നീ എനിക്കു വേണ്ടി ജോലി ചെയ്താൽ എന്റെ പെൺമക്കളിൽ ഒരുവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു. അതാണ് നീ നൽകേണ്ട വിവാഹമൂല്യം. 8 കൊല്ലം നിർബന്ധമാണ്. 10 തികയ്ക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. മൂസാ നബി അലൈഹിസ്സലാം അതിനോട് യോജിച്ചു. നിശ്ചയിച്ച അവധിയോളം മൂസാ നബി അലൈഹിസ്സലാം ജോലി ചെയ്തു. വൃദ്ധന്റെ മകളെ മൂസാ നബി അലൈഹിസ്സലാം കല്യാണം ചെയ്തു. അവർ ഇനി ഈജിപ്തിലേക്ക് തിരിക്കുകയാണ്. വിട പറയുമ്പോൾ വൃദ്ധന്റെ അതരങ്ങൾ പ്രാർത്ഥനാലങ്കൃതമായി. മൂസാ നബിയെ നോക്കി വൃദ്ധൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. പുന്നാര മക്കളെ നോക്കി അദ്ദേഹം ഒഴിഞ്ഞു, ഈശ്വരൻ കാത്തരുളട്ടെ മോളെ. സഹധർമ്മിണിയെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം പുറപ്പെടുകയാണ്. സന്ധ്യയായി, ഇരുൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. തണുത്തുറഞ്ഞ രാവ്, കൂരിരുട്ട്. മദിയൻ മരുപ്പറമ്പിലൂടെ ആ നവദമ്പതികൾ നീങ്ങുകയാണ്. മരുഭൂമിയിൽ എങ്ങനെ തീ കിട്ടാൻ? തീയില്ലാതെ അവരെങ്ങനെ വഴി കാണും? ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കവെ മൂസാ നബി അലൈഹിസ്സലാം കുറച്ചകല തീ കത്തുന്നത് കണ്ടു. പ്രിയപത്നിയോട് മൂസാ നബി അലൈഹിസ്സലാം മൊഴിഞ്ഞു, ഓമനെ, ഞാൻ ഒരു വെളിച്ചം കാണുന്നുണ്ട്. തീയാണെങ്കിൽ ഞാൻ ചൂട്ട് തെളിയിച്ചു വരാം. മൂസാ നബി അലൈഹിസ്സലാമും പ്രിയപത്നിയും മരുഭൂമിയിലൂടെ കൂരിരുട്ടിൽ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കെ അങ്ങകലെ ഒരു തീനാളം കാണുകയാണ്. തീ കണ്ട ദിക്കിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം നടന്നു നീങ്ങി. വെളിച്ചം കണ്ട ഭാഗത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കേട്ടത് ഒരു അശരീരിയാണ്. ഞാൻ നിന്റെ ദൈവം, അതുകൊണ്ട് പാതുകം അഴിച്ചു വെച്ചാട്ടെ. പരിശുദ്ധ തുവാ താഴ്വരയിലാണ് നീ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നോർത്താലും. മൂസാ നബി അലൈഹിസ്സലാം പാതുകം അഴിച്ചു വെച്ചു. അജുംബിതനായ പരമേശ്വരൻ മൂസാ നബിയുമായി സംഭാഷണം നടത്തി. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ നിന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവിക ബോധനം സാധുകം ശ്രവിച്ചാലും ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഉപാസനകൾ എനിക്ക് മാത്രമായിരിക്കണം. നമസ്കാരം നിലനിർത്തണം.
അതെന്റെ സ്മരണയെ എന്നെന്നും നിലനിർത്താനുള്ളതാണ്. കൽപ്പാന്തകാലം സമാഗതമാവുകയും ഈ ലോകം നിഷ്ക്രമിക്കുകയും ചെയ്യും. അക്കാര്യം തീർച്ചയുള്ളതാണ്. മദിയനിലെ വീട്ടിൽ കഴിഞ്ഞിരുന്നപ്പോൾ ആടുകൾക്ക് ഇല തെച്ചിട്ട് കൊടുക്കാൻ മൂസാ നബി അലൈഹിസ്സലാം ഒരു വടി എപ്പോഴും കൊണ്ടു നടന്നിരുന്നു. ഈജിപ്തിലേക്കുള്ള യാത്രയിലും ആ വടി തന്റെ സന്തത സഹചാരിയെ പോലെ കൂടെ കൊണ്ടുപോയിരുന്നു. ആ വടിക്ക് ദിവ്യമായ വല്ല ശക്തിവിശേഷങ്ങളും ഉള്ളതായി മൂസാ നബി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അല്ലാഹു തആല ചോദിച്ചു, എന്താണ് മൂസേ നിന്റെ വലത്തെ കൈയിൽ? വിനയാന്യതനായി കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പ്രതിവചിച്ചു, അതെന്റെ വടിയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിർത്തിയില്ല. വടിയുടെ പ്രയോജനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം എണ്ണിപ്പറയാൻ തുടങ്ങി. എന്റെ വടിയാണിത്, ഞാനിതിൽ ചാരി നിൽക്കാറുണ്ട്. ആടുകൾക്ക് ഇല തച്ചിട്ട് കൊടുക്കാൻ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. വേറെയും ഒരുപാട് പ്രയോജനങ്ങൾ ഈ വടി കൊണ്ട് എനിക്കുണ്ട്. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, ആ വടിയൊന്ന് നിലത്തിട്ടാലും. മൂസാ നബി അലൈഹിസ്സലാം വടി നിലത്തിട്ടപ്പോൾ അതൊരു ഇഴയുന്ന നാഗമായി മാറി. പേടിക്കേണ്ട, അതിങ്ങെടുത്തോ, അത് അതിന്റെ പഴയ രൂപം പ്രാപിക്കും. പേടിച്ചുകൊണ്ടാണെങ്കിലും ഇഴയുന്ന പാമ്പിനെ മൂസാ നബി അലൈഹിസ്സലാം കയ്യിലെടുത്തപ്പോൾ അത് സാധാരണ പോലെ വടിയായി മാറി. മറ്റൊരു ദൃഷ്ടാന്തവും കൂടി അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് നൽകി. ധവളകരം കൈമാറോട് ചേർത്ത് പിടിക്കേണ്ട താമസം എന്തെന്നില്ലാത്ത വെള്ള നിറത്തിൽ കൈ പ്രകാശിക്കുന്ന ദൈവിക ദൃഷ്ടാന്തം. അങ്ങകലെ ഫറോവ നാട്ടിൽ വലിയ ആളായി ഞെളിഞ്ഞു നടക്കുകയാണ്. നാട്ടിൽ കുഴപ്പം വിധിച്ചിരിക്കുന്നു. അവൻ ഫറോവയുടെ ജനങ്ങൾ ദൈവനിഷേധികളായി തീർന്നിരിക്കുന്നു. ഫറോവയുടെ ജനങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു. ദൈവനിഷേധവും നാട്ടിൽ കുഴപ്പമുണ്ടാക്കലും അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഫറോവ പ്രഭൃതികളുടെ അടുക്കൽ ചെല്ലണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. പക്ഷേ മൂസാ നബി എങ്ങനെ ഫറോവ എന്ന ഏകഛത്രാധിപതിയുടെ അടുത്തു ചെല്ലും? 8-10 കൊല്ലം മുമ്പ് ഒരു കിബിത്തിയെ വധിച്ച കുറ്റവാളിയാണ് മൂസാ നബി. കുറ്റം ചെയ്ത ശേഷം നാടുവിട്ട പ്രതിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ പട്ടാളക്കാർക്ക് നല്ലവണ്ണം അറിയാം. കൊട്ടാര നിവാസികൾക്കും മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരുപാട് അറിയാം. ഫറോവയുടെ അടുത്തു ചെല്ലാനുള്ള കൽപ്പന ലഭിച്ചയുടൻ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇപ്രകാരമാണ്: അല്ലാഹുവേ, അവരിൽപ്പെട്ട ഒരാളെ കൊന്നയാളാണ് ഞാൻ. അവർ എന്നെ കൊല്ലുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നാവിന് കൊഞ്ഞ ഉള്ളതും മൂസാ നബി അലൈഹിസ്സലാം ഓർത്തു. പക്ഷേ എല്ലാം അള്ളാഹുവിന് അറിയുമല്ലോ. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം കാണാം: മർദ്ദകരായ ഫറോവ പ്രഭൃതികളുടെ അടുക്കൽ ചെല്ലാൻ നിന്റെ നാഥൻ മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച സന്ദർഭം ഓർക്കുക. മൂസാ നബിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അവർ എന്നെ കളവാക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. എനിക്ക് നാവിന് സ്ഫുടതയില്ലല്ലോ. അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠൻ ഹാറൂൻ എന്നയാളെ എന്നോടൊപ്പം പറഞ്ഞയച്ചാലും ഞാൻ ചെയ്ത കുറ്റത്തിന് അവർ എനിക്ക് വധശിക്ഷ വിധിക്കുമോ എന്നും എനിക്ക് പേടിയുണ്ട്. അല്ലാഹു തആല പറഞ്ഞു: നിങ്ങൾ രണ്ടുപേരും പോവുക, ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. ഫറോവയുടെ അടുത്തെത്തിയാൽ നിങ്ങൾ പറയേണ്ടത് ഇതാണ്: പ്രപഞ്ചനാഥനായ അല്ലാഹു പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. ഇസ്രായേൽ സന്തതികളെ ഞങ്ങളോടൊപ്പം വിട്ടുതരണം. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഫറോവയോട് മൃദുലമായി സംസാരിക്കണമെന്നും അല്ലാഹു തആല മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നിർദ്ദേശം നൽകി. മൂസാ നബിയും ഹാറൂൻ നബിയും ഫറോവയുടെ അടുക്കലെത്തി ദർബാറിൽ നിന്നുകൊണ്ടവർ മതപ്രഭാഷണം നടത്താൻ തുടങ്ങി. ഫറോവ ക്രൂദ്ധനായി, എന്റെ രാജസദസ്സിൽ വന്ന് എന്നെ ഉപദേശിക്കാൻ ഈ യുവാവാര്? നമുക്ക് പുഴയിൽ ഒലിച്ചു പോകുമ്പോൾ കിട്ടിയതല്ലേ ഇവനെ? എടാ, നിന്നെ ഞങ്ങളല്ലേ പോറ്റി വളർത്തിയത്? ഒരുപാട് വർഷം ഇവിടെ പാർത്തിരുന്നില്ല നീ ഒരു ചെറ്റത്തരവും ചെയ്ത് ഇവിടെ നിന്ന് തടി തപ്പിയവനല്ലേ? നന്ദി കെട്ടവനെ, ഞങ്ങളെ ഉപദേശിക്കാൻ നിനക്കെന്ത് അവകാശം? മൂസാ നബി അലൈഹിസ്സലാം കോപാകുലനായില്ല. ഫറോവ പറഞ്ഞത് നിഷേധിച്ചതുമില്ല. ഫറോവയോട് ക്ഷമ യാചിച്ചതുമില്ല. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് ഗാംഭീര്യത്തോടെ തുറന്ന് സംസാരിച്ചു: ഞാൻ വഴിതെറ്റി നടന്നിരുന്ന കാലത്ത് ചെയ്തതാണ് ആ നീചകൃത്യം. അങ്ങനെയാണ് ഞാൻ നാടുവിട്ടത്. ഇപ്പോൾ എന്റെ നാഥൻ എനിക്ക് ജ്ഞാനം നൽകിയിരിക്കുന്നു. എന്നെ അവൻ അവന്റെ ദൂതനാക്കിയിരിക്കുന്നു. രാജാവ് എന്നെ പോറ്റിയ മഹത്വം പറഞ്ഞല്ലോ. എന്നാൽ അതിന്റെ പശ്ചാത്തലത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആൺകുഞ്ഞുങ്ങളെ ഹനിക്കാൻ അങ്ങ് കൽപ്പന പുറപ്പെടുവിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ഉമ്മ എന്നെ നദിയിൽ എറിയുമായിരുന്നോ? താങ്കൾ എന്നെ പോറ്റിയതിൽ എന്തിരിക്കുന്നു? അത് നിങ്ങൾക്ക് പിഴച്ചതല്ലേ? ഇസ്രായേൽ സന്തതികളോട് താങ്കൾ ചെയ്ത നിഷ്ഠൂരമായ ക്രൂരതകൾക്ക് വല്ല കണക്കുമുണ്ടോ? ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊലക്കത്തിക്ക് ഇരയാക്കിയ താങ്കൾ അവരിൽപ്പെട്ട ഒരു കുഞ്ഞിനെ പോറ്റിയതിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അല്ലയോ ചക്രവർത്തി തിരുമനസേ, ഇസ്രായേൽ സന്തതികളെ അങ്ങ് അടിമകളാക്കി വെച്ചതിന് അതൊന്നും ന്യായീകരണമാവുന്നില്ല. മൂസാ നബിയുടെ വാഗ്ധോരണികൾക്ക് മറുപടി നൽകാൻ ഫറോവയ്ക്ക് സാധിച്ചില്ല. ഒഴിഞ്ഞു മാറാനായി അയാൾ ഒരു ചോദ്യം ഉന്നയിച്ചു: നീ ഒരു പ്രപഞ്ചനാഥനെ കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ, അതാരാണ്?
ആകാശഭൂമികളുടെ നാഥൻ ഫറോവ വീണ്ടും ക്രുദ്ധനായി. പക്ഷേ സുസ്മേരവദനായി മൂസാ നബി അലൈഹിസ്സലാം തുടർന്നു, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെയും നാഥൻ ഫറോവയ്ക്ക് സഹികെട്ടു. അയാൾ ആക്രോശിച്ചു, ദൈവദൂതനാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഇവൻ ഭ്രാന്തനാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം ഇതൊന്നും കേട്ട് സംസാരം നിർത്തിയില്ല. വാചാലമായി മൂസാ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പ്രസംഗം നിർത്തിയ ശേഷം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫറോവ ചോദിച്ചു, എന്നാൽ അതൊന്ന് കാണട്ടെ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിൽ പിടിച്ചിരുന്ന വടി നിലത്തിട്ടു. ഉടനെ അത് ഇഴയുന്ന പാമ്പായി മാറി. കൈ മാറിൽ വെച്ചു. മൂസാ അലൈഹിസ്സലാം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന കരം മൂസാ അലൈഹിസ്സലാം ഫറോവ പ്രവൃത്തികൾക്ക് കാട്ടിക്കൊടുത്തു. ഫറോവ തന്റെ മന്ത്രിമാരെ നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ ശരിക്ക് പഠിച്ച മായാജാലക്കാരനാണ്. മന്ത്രിമാർ ഫറോവയോട് യോജിച്ചു. അവർ പറയുകയും ചെയ്തു, ഇവൻ മായാജാല വിദഗ്ധൻ തന്നെയാണ്. ഫറോവ മന്ത്രിമാരുടെ നേരെ തിരിഞ്ഞു വീണ്ടും പറഞ്ഞു, ഇയാൾ തന്റെ ഇന്ദ്രജാലം കൊണ്ട് നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് നിഷ്ക്രമിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. പറയൂ, ഇവനെ നമ്മൾ എന്തു ചെയ്യണം? മന്ത്രിമാർ അനുനയ സ്വരത്തിൽ പറഞ്ഞു, മിസ്രയീം രാജ്യത്തെ എല്ലാ ഇന്ദ്രജാലക്കാരെയും നമുക്ക് വിളിപ്പിക്കുക. അവർ തങ്ങളുടെ ഇന്ദ്രജാല പ്രകടനം കൊണ്ട് മൂസയെ തറപറ്റിക്കട്ടെ. ഫറോവ പറഞ്ഞു, നല്ല ഉപായം തന്നെ. നല്ല ഒരു ദിവസം തെരഞ്ഞെടുക്കുക. മൂസയും നമ്മുടെ ഇന്ദ്രജാലക്കാരും തമ്മിലുള്ള ഒരു മത്സരം തന്നെയാവട്ടെ. മൂസ പരാജയപ്പെടുന്നത് നമുക്ക് കണ്ടാസ്വദിക്കാം. മേജിക് മത്സരം കാണാൻ അതിരാവിലെ തന്നെ ആളുകൾ മത്സര ഗോദ്ദയിലേക്ക് പുറപ്പെട്ടു. കുട്ടികളും വൃദ്ധജനങ്ങളും യുവാക്കളും എല്ലാവരും അക്കൂട്ടത്തിലുണ്ട്. മാജിക്കുകാരെ കുറിച്ചും മാജിക്കിനെ സംബന്ധിച്ചുമൊക്കെയുള്ള സംസാരം പൊടിപൊടിക്കുകയാണ്. ഉസ്വാൻ സിറ്റിയിലെ മാജിക്കുകാരൻ വന്നു കഴിഞ്ഞോ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. അതെ, ഈജിപ്തിന്റെ നാനാഭാഗത്തിലുമുള്ള ഇന്ദ്രജാലക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റൊരാൾ പ്രതിവചിച്ചു, ആര് വിജയിക്കുമെന്നാണ് നിന്റെ അഭിപ്രായം? ഈജിപ്തിലെ മാജിക്കുകാർ തന്നെ. മൂസയ്ക്കും ഹാറൂനും നമ്മുടെ ഇന്ദ്രജാലക്കാരെ തോൽപ്പിക്കാൻ എങ്ങനെ സാധിക്കും? മൂസയും അവന്റെ ജ്യേഷ്ഠൻ ഹാറൂനും മാജിക് പഠിച്ചിട്ടുണ്ടോ? അവർ എവിടെന്ന് പഠിക്കാൻ? രാജകൊട്ടാരത്തിൽ വളർന്നവനാണ് മൂസ. പിന്നെ നാട് വിട്ടോ ഈജിപ്തിൽ വെച്ച് അയാൾ ഇന്ദ്രജാലം പഠിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ്. അയാൾ പോയ മദിയനിൽ വെച്ച് മായാജാലം പഠിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അവിടെ മാജിക് എന്നൊന്നില്ല. ഇസ്രയേൽ സന്തതികളും മത്സരം കാണാനെത്തി. പ്രത്യാശയുടെയും സമ്മിശ്ര വികാരത്തോടെയാണ് അവർ വന്നണഞ്ഞത്. അവരുടെ ചുണ്ടുകളിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ. അള്ളാഹു ഇമ്രാന്റെ പുത്രൻ മൂസയെ അനുഗ്രഹിക്കട്ടെ. ഇസ്രയേൽ സന്തതികളെ ദൈവം തുണയ്ക്കട്ടെ. വിചിത്രമായ വേഷഭൂഷാദികളോടെ മാജിക്കുകാരെത്തി. അവരുടെ കൈകളിൽ വടിയും കയറുമുണ്ട്. മാജിക്കുകാരോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പ്രകടനം ആരംഭിച്ചു കൊള്ളുക. അവർ തങ്ങളുടെ വടിയും കയറും നിലത്തിട്ടു. അപ്പോൾ അത്ഭുതം തന്നെ, നിരവധി പാമ്പുകൾ നിലത്തിഴയുന്നു. മാരക വിഷമുള്ള പാമ്പുകളെ കണ്ട് ജനങ്ങൾ ഭയന്നു വിറച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഊഴമായി. മൂസാ നബി തന്റെ വടി നിലത്തിട്ടു. അതൊരു ഭീകര സർപ്പമായി മാറി. മാത്രമല്ല, ഇന്ദ്രജാലക്കാരുടെ മുഴുവൻ പാമ്പുകളെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ പാമ്പ് വിഴുങ്ങുകയും ചെയ്തു. ഇന്ദ്രജാലക്കാരൻ അന്തം വിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റേത് ഇന്ദ്രജാലമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് ദൈവത്തിങ്കൽ നിന്ന് ലഭിച്ച അനർഘമായ വരദാനമാണെന്ന് മനസ്സിലാക്കിയ അവർ മൂസയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു. അവർ വിളിച്ചു പറഞ്ഞു, മൂസയുടെയും ഹാറൂന്റെയും ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ചു കഴിഞ്ഞു. ഫറോവയ്ക്ക് ഭ്രാന്തി പിടിച്ചതുപോലെയായി. നിൽക്കക്കള്ളിയില്ലാതായി. ജാലവിദ്യ കൊണ്ട് മൂസാ നബിയെ പരാജയപ്പെടുത്താമെന്നാണ് മൂപ്പൻ വിചാരിച്ചത്. പക്ഷേ ജാലവിദ്യക്കാർ മൂസാ നബിയുടെ സേനാനികളായി തീർന്നിരിക്കുകയാണ്. അയാൾ എയ്ത അമ്പ് അയാൾക്ക് തന്നെ തിരിച്ചുകൊണ്ട് പ്രതീതി. ഫറോവ ആക്രോശിച്ചു, മൂസ തന്നെയായിരിക്കും നിങ്ങളെ ജാലവിദ്യ പഠിപ്പിച്ചത്. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ വലത്തെ കൈയും ഇടത്തെ കാലും ഞാൻ മുറിച്ചു മാറ്റും. മൂസയുടെ വിജയം ഫറോവയുടെ ഉറക്കം കെടുത്തി. അദ്ദേഹത്തിന് അന്നപാനീയങ്ങൾ വേണ്ടാതെയായി. ഫറോവ തന്റെ ജനതയോട് സംസാരിച്ചു, ഞാനല്ലയോ ഈജിപ്തിന്റെ രാജാവ്? ഈ നദികൾ ഒഴുകുന്നത് എന്റെ ആധിപത്യത്തിന് കീഴിലല്ലോ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടോ? വിഡ്ഢിത്തത്തിന്റെ പര്യായമായതുകൊണ്ടാവാം ഫറോവ ഇത്രയും കൂടി പറഞ്ഞു. മൂസ ഒരു ദൈവത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. ഹാമാൻ ഉയർന്ന ഒരു കെട്ടിടം പണിയട്ടെ, അതിന്റെ മുകളിൽ കയറി ഞാൻ നോക്കട്ടെ അങ്ങനൊരു ദൈവമുണ്ടോ എന്ന്. ഹാമാൻ കെട്ടിടം പണിയാൻ തുടങ്ങി. ഭയങ്കര ഉയരമുള്ള കെട്ടിടം. പക്ഷേ ആ കെട്ടിടം ആകാശത്തോളം പൊങ്ങിയോ? ഒരിക്കലുമില്ല. ചന്ദ്രനിൽ പോലും എത്തിയില്ല. മേഘത്തെ പോലും പ്രാപിച്ചില്ല. നക്ഷത്രങ്ങളെ പുൽകാൻ ആ കെട്ടിടത്തിന് സാധിച്ചില്ല. ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന നക്ഷത്രമാണല്ലോ സൂര്യൻ. അവിടെ പോലും എത്തിയില്ല. എന്നിട്ടല്ലേ ആകാശത്തോളം ഉയരാൻ?
പാവം ഫറോവ, അയാൾ നാണിച്ചു നമ്രശിരസ്കനായി ഇരുന്നു പോയി. ഭൂമിയെയും ഉന്നതാകാശങ്ങളെയും സൃഷ്ടിച്ചു സംവിധാനിച്ച ഏകഛത്രാധിപതിയായ ദൈവത്തെ പാവം ഫറോവയ്ക്കറിയില്ല. ഫറോവ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാനൊരുങ്ങി. അപ്പോൾ ഫറോവയുടെ ഒരു ബന്ധു മുന്നോട്ട് വന്നു പറഞ്ഞു, എന്റെ നാഥൻ ഈശ്വരനാണ് എന്നുദ്ഘോഷിക്കുന്ന ഒരാളെ കൊല്ലുകയോ? അദ്ദേഹം ദൈവത്തിങ്കൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തിനു മൂസയെ ഉപദ്രവിക്കണം? നിങ്ങൾ അയാളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട. അയാളെ അയാളുടെ വഴിക്ക് വിട്ടേക്കൂ. അദ്ദേഹം കള്ളം പറയുന്നവനാണെങ്കിൽ അതിന്റെ പാപം അയാൾ പേറിക്കൊള്ളും. ഇനി അദ്ദേഹം സത്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ ദ്രോഹിച്ച പാപം നിങ്ങൾ പേറേണ്ടി വരും. ഇത് കേട്ട് ഫറോവ ക്രുദ്ധനായി. ഫറോവ ആ സത്യവിശ്വാസിയെ കൊല്ലാനൊരുങ്ങി. അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫറോവയും അവന്റെ കിങ്കരന്മാരും ഓരോ സന്ദർഭവും മൂസാ നബിയും ഹാറൂൻ നബിയും നാട്ടിനും നാട്ടാർക്കും വലിയൊരു അപകടമാണെന്ന് ചിത്രീകരിക്കുകയായിരുന്നു. ഫറോവയുടെ മറ്റൊരു തന്ത്രം കൂടിയായിരുന്നു അത്. ഇതുവഴി ഈജിപ്തുകാരെ ഇസ്രായേലിയർക്കെതിരെ പ്രകോപിപ്പിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. നിങ്ങളെ നാട്ടിൽ നിന്ന് പുറന്തള്ളുകയാണ് ഇയാളുടെ ലക്ഷ്യമെന്നുവരെ അയാൾ ആരോപിച്ചു. വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായത്തിലെ 34-ാം 35-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, തന്റെ ചുറ്റുമുള്ള പ്രമുഖന്മാരോട് അവൻ അഥവാ ഫിർഔൻ പറഞ്ഞു, തീർച്ചയായും ഇവൻ വിവരമുള്ള ഒരു ജാലവിദ്യക്കാരൻ തന്നെയാണ്. തന്റെ ജാലവിദ്യ കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്ത് നിർദ്ദേശിക്കുന്നു? വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായത്തിലെ 123-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫിർഔൻ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ ഇയാളിൽ? ഈ നഗരത്തിലുള്ളവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടി ഇവിടെ വെച്ച് നടത്തിയ ഒരു ഗൂഢതന്ത്രം തന്നെയാണിത്. അതിനാൽ വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. മൂസാ നബിയും അനുയായികളും രാജ്യദ്രോഹികളാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന് ചുരുക്കം. പക്ഷേ വിശ്വാസികൾക്കെതിരെ നടത്തപ്പെടുന്ന മറ്റെല്ലാ ഗൂഢാലോചനകൾ പോലെ തന്നെ ഇതും ഫലം കാണാതെ പോവുകയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായത്തിലെ 45-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, അപ്പോൾ അവർ നടത്തിയ കുതന്ത്രങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് അല്ലാഹു തആല അദ്ദേഹത്തെയും സമൂഹത്തെയും കാത്തുരക്ഷിച്ചു. ഫിർഔനിന്റെ ആളുകളെ കടുത്ത ശിക്ഷ വലയം ചെയ്യുകയുമുണ്ടായി. ഫിർഔനും അവന്റെ സൈന്യവും മൂസാ നബിയെയും ഇസ്രായേലി സമൂഹത്തെയും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. മർദ്ദിതരായ ഇസ്രായേൽ സന്തതികളെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തു. അവരെ പിടികൂടാൻ ഫറോവയും സൈന്യവും പിന്നാലെ പുറപ്പെട്ടു. മൂസാ നബിയും ഇസ്രായേൽ സന്തതികളും ചെന്നെത്തിയതോ ചെങ്കടലിന്റെ തീരത്ത്. പിന്നിൽ ശത്രുക്കളാണ്. പിടികൂടുമെന്ന അവസ്ഥ വന്നപ്പോൾ അല്ലാഹു തആല മൂസാ നബിയോട് കൽപ്പിച്ചു, മൂസ, നീ നിന്റെ വടികൊണ്ട് കടലിനെ അടിക്കുക. ഒരു വടികൊണ്ട് കടലിനെ അടിച്ചാൽ കടൽ പിളരുമോ? രാജപാത വെട്ടിത്തെളിയിക്കപ്പെടുമോ? പക്ഷേ സംഭവിച്ചത് അതുതന്നെയാണ്. കടലിനിടയിലൂടെ ഒരു രാജവീഥി തുറന്നു കിട്ടി. മൂസാ നബിയും ഇസ്രായേൽ സന്തതികളും അതിലൂടെ രക്ഷപ്പെട്ടു. ഫറോവ പ്രഭൃതികൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. ഇരുഭാഗത്തും മാമല പോലെ ഉയർന്നു നിന്ന വെള്ളം കൂടിച്ചേർന്ന് അവരെ മൂടി. ഫറോവയും കിങ്കരന്മാരും കടലിൽ മുങ്ങിച്ചെത്തു. ആയിരക്കണക്കിന് ആൺകുഞ്ഞുങ്ങളെ വകവരുത്തിയ സ്വച്ഛാധിപതിയുടെ അന്ത്യം അങ്ങനെയായിരുന്നു. ചെങ്കടലിൽ മുങ്ങിമരിച്ച ഫറോവയോട് ദിവ്യാപൃഥിവികളുടെ സൃഷ്ടാവായ അല്ലാഹു തആല ഉദ്ഘോഷിച്ചു, ഇന്ന് നിന്റെ മൃതദേഹത്തെ നാം സംരക്ഷിച്ചു വെക്കുന്നു, നിനക്ക് ശേഷം വരുന്ന തലമുറകൾക്ക് ഒരു ഗുണപാഠമാകാൻ വേണ്ടി. ഫറോവയുടെ ജഡം ചെങ്കടലിൽ നിന്ന് ഗവേഷകർ കണ്ടെടുത്തു. ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇന്നും അത് സൂക്ഷിക്കപ്പെട്ടു വരുന്നു. വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുന്നു, സുഗാഡംബരങ്ങളിൽ വിചാരിച്ചിരുന്ന എത്ര പേർ പുഷ്പോദ്യാനങ്ങളും പൂഞ്ചോലകളും കൃഷിഭൂമികളും മണിമേടകളും പരിത്യജിച്ച് പരലോകം പോകേണ്ടി വന്നു. അവർക്കു വേണ്ടി ഒരു ആകാശവും കരഞ്ഞില്ല, ഒരു ഭൂമിയും അവർക്കായി കണ്ണുനീർ പൊഴിച്ചില്ല. പാവപ്പെട്ട ജനങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചു വരുന്ന ഭരണാധികാരികളുടെ അന്ത്യം ഇങ്ങനെയായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിത ലഘു ചരിത്രത്തിന് ഇവിടെ വിരാമമിടുകയാണ്. മറ്റൊരു ചരിത്രത്തിലൂടെ മറ്റൊരു ദിവസം കാണാം. തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.